വി.ഡി. സതീശൻ അനുകൂല പ്രകടനങ്ങളിൽ നടപടിയുമായി ഇടുക്കി DCC. ഹൈക്കമാൻഡ് നിർദ്ദേശം ലംഘിച്ച് പരസ്യപ്രകടനം നടത്തിയതിന് 4 പ്രാദേശിക നേതാക്കളെ പാർട്ടി പദവികളിൽ നിന്ന് നീക്കി. വിവരങ്ങളുമായി രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. രാഹുൽ വിജയൻ, കോൺഗ്രസിൽ പല സ്ഥലങ്ങളിലും, കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും പ്രകടനങ്ങൾ നടക്കുകയാണ്. പ്രകടനങ്ങൾക്ക് ആഹ്വാനമുണ്ട്. അവരവർക്ക് അണികൾക്ക് ഇഷ്ടപ്പെട്ട നേതാക്കളെ മുഖ്യമന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും പ്രകടനം നടത്തുന്നത്, ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കുന്നത്. അതിനിടെയാണ് ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന്, ഒരുപക്ഷെ ഇതാദ്യ നടപടിയാകാം, ഇതുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിൽ നിന്ന് ഇത്തരത്തിൽ നടപടി വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ഇന്നലെ വൈകിട്ടാണ് തൊടുപുഴ മങ്ങാട്ടുകവലയിൽ കോൺഗ്രസിന്റെ ചില പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ ഈ വി.ഡി. സതീശനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രകടനം നടത്തിയത്. അത് വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു. പ്രാദേശിക കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പായിരുന്നു. അതിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് വൈകിട്ട് നടക്കുന്ന മങ്ങാട്ടുകവലയിലെ പ്രകടനത്തിന് എത്തിച്ചേരണമെന്നുള്ളതായിരുന്നു ആഹ്വാനം. അതിൽ നിരവധി ആളുകൾ പങ്കെടുക്കുകയും ചെയ്തു. പിന്നാലെ ഇടുക്കിയിൽ നിന്നുള്ള KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നിഷ സോമൻ DCC വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇതിനെതിരെ പ്രതിഷേധം അറിയിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു നടപടിയുമായി DCC എത്തിയിരിക്കുന്നത്. DCC ജനറൽ സെക്രട്ടറി വി താജുദ്ദീൻ, വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബു, കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ജോയി മൈലാടി എന്നിവരെ പദവിയിൽ നിന്ന് നീക്കം ചെയ്തതായി DCC പ്രസിഡന്റ് അറിയിക്കുന്നുണ്ട്. തൊടുപുഴ ബ്ലോക്ക് സെക്രട്ടറി റോബിൻ മൈലാടിയും സ്ഥാനത്ത് നിന്ന് നീക്കി എന്നുള്ളതാണ് DCCയുടെ വിശദീകരണം. ഹൈക്കമാൻഡ് നിർദ്ദേശം ലംഘിച്ച് പരസ്യമായി പ്രകടനം നടത്തിയതിനാണ് ഈ നടപടി എന്നുള്ളതാണ് DCC പറയുകയും ചെയ്യുന്നത്. അതിനിടയിൽ ഇന്ന് രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് അഭിനന്ദനങ്ങൾ എന്ന പേരിൽ അടിമാലിയിലും മാങ്കുളത്തും കട്ടപ്പനയിലും ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.